രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഇന്നെനിക്ക് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനായി കിട്ടിയിരിക്കുന്ന വിഷയം ജാതി മത വർണ്ണ ചിന്തകളാൽ മലിനീകൃതമായ, ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത, മനുഷ്യപരമായ കാര്യങ്ങളിൽ പ്രശസ്തിയില്ലാത്ത ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ക്രിസ്തീയ കുടുംബം എന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളത് തന്നെയാണ് കുടുംബം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനങ്ങളാൽ അവനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ എന്ന് സങ്കീർത്തനങ്ങൾ 119-ന്റെ 9-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ഇന്നത്തെ ക്രിസ്തീയ കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ കുടുംബങ്ങൾ തന്നെയാണോ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നു. വിവര സാങ്കേതിക വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഈ സാഹചര്യത്തിൽ പലതും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന, ദൈവമില്ലെന്ന് വാദിക്കുന്ന മൂഢന്മാരുടെ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം ഇന്ന് കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ എന്താണ് ക്രിസ്തീയതയുടെ പ്രാധാന്യം? സ്നേഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ വളരെ പ്രാധാന്യത കുറഞ്ഞു വരുന്നു. പല വീടുകളിലും ഇന്ന് ടെക്നോളജി, ഇന്റർനെറ്റ്, AI എന്നിവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പല സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നത്. എന്നാൽ പണ്ട് കാലത്ത് ഇതൊന്നുമില്ലായിരുന്നു. പണ്ട് കാലത്ത് പ്രാർത്ഥനയാലും ആരാധനയാലും മാത്രമാണ് ഓരോ കാര്യങ്ങളും നിറവേറ്റി പോകുന്നത്. അന്നത്തെ കാലത്ത് സമാധാനവും സന്തോഷവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കുടുംബങ്ങളിൽ ഇതൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. അത് ഇന്നത്തെ മോഡേൺ ടെക്നോളജി മാത്രം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തെ പിന്തുടരാം. ദൈവം തന്ന മാതൃകയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ നമ്മുടെ നാടിനും വീടിനും നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും എല്ലാം കൊള്ളാവുന്നവരായി ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.